ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കക്ക ഇറച്ചി തോരനാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: കക്ക ഇറച്ചി ഉപ്പും മഞ്ഞളും വെച്ച് വേവിച്ചിവിടെ ഞാൻ വെച്ചിരിക്കുകയാണ്. ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, മസാലക്കൂട്ട്. ഇനി ഇത് തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിക്കുക. പാൻ ചൂടായതിനു ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് തെറിക്കാതിരിക്കാൻ ഞാനൊരു പാത്രം വെച്ച് മൂടുക. അന്നേരം മേത്തോട്ടൊന്നും തെറിച്ച് വീഴത്തില്ല. കടുക് നല്ലവണ്ണം പൊട്ടി. കറിവേപ്പില ഇടുക, തേങ്ങാക്കൊത്തി ഇടുക. തേങ്ങാക്കൊത്തി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഒന്ന് ബ്രൗൺ കളറാകുന്നതിന് വഴറ്റുക. ഇഞ്ചി ചതച്ചതിടുക. വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ചതും പച്ചമുളകും കൂടെ ചേർക്കാം. ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ കരിയാപ്പില തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. 1 കപ്പ് തേങ്ങയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. മസാലപ്പൊടികൾ ചേർക്കുക. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റുക. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇടാം. കക്ക ഇറച്ചി എല്ലാം കൂടി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ മിക്സിക്കകത്ത് ചതച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ചതച്ച തേങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അതിൻ്റെ മസാല എല്ലാം കൂടെ നല്ല എല്ലാത്തിലും കൂടെ പിടിക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ താലയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കക്ക ഇറച്ചി എല്ലാം നല്ല മസാലകളെല്ലാം പിടിച്ച് കക്ക ഇറച്ചി നല്ലവണ്ണം റെഡിയായി. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ.